ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സീരീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. Z5 റിലീസായിട്ടുണ്ട്. കമ്പട്ടം എന്ന് പറഞ്ഞിട്ടൊരു മലയാളം വെബ് സീരീസ്. ഒരു 6 എപ്പിസോഡ്സ് ആയിട്ടാണ് റിലീസ് ചെയ്തേക്കുന്നത്. നമുക്കൊരു മൂവി കണ്ടു തീർക്കാവുന്ന ടൈം തന്നെ വരുന്നുള്ളൂ. അതിനു മുന്നേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. കമ്പട്ടം ഡയറക്റ്റഡ് ബൈ ഷാൻ തുളസീധരൻ എന്ന് പറഞ്ഞിട്ട് ഡിയർ ബാപ്പി എന്ന് പറഞ്ഞിട്ടൊരു മുന്നൊരു പടം ചെയ്തിട്ടുള്ള ആളാണ്. പുതിയ ആളാണെന്ന് തോന്നുന്നു. ക്രൈം ത്രില്ലർ, ഒരു കേസ് അന്വേഷണം ബേസ് ചെയ്തിട്ടുള്ള ക്രൈം ത്രില്ലർ ജോൺറയിൽ വരുന്ന ഒരു സീരീസ് ആണ്. നമുക്കറിയാം, കേരള ക്രൈം ഫയൽസ് പോലെ ഇറക്കിയിട്ടുള്ള എങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കുറച്ചേ ഉള്ളൂ. സ്റ്റോറി ലൈനൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഭയങ്കര പുതിയൊരു സാധനം എന്നൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിൽ അഭിനയിച്ചേക്കുന്നത് സുദേവ് നായർ, ജിയോ ബേബി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി, ജിൻസ് ഭാസ്കർ, ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ്. സുദേവ് നായരാണ് ഇതിന്റെ ഒരു ലീഡിങ് ക്യാരക്ടർ ചെയ്യുന്നത്. പോലീസ് റോളാണ്. കേസ് അന്വേഷണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കേരള ക്രൈം ഫയൽസിന്റെ അത്രയ്ക്ക് അതിന്റെ ഒരു 25% പോലും ഈ ഒരു സീരീസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുപോലെ സുദേവ് നായരുടെ ആക്ടിങ്ങും പുള്ളിയുടെ ഒരു പോലീസ് അട്ടയറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മേക്കിംഗ് ഓവറോൾ കുറച്ച് ഷോക്കാണ്. ഗ്രേഡിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ഗ്രേഡിംഗ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, കളർ ഗ്രേഡിംഗ് മൊത്തത്തിൽ. പക്ഷെ മേക്കിങ്ങിൽ അവിടെ ഇവിടെ ഒക്കെ പാളിച്ചുണ്ട്. അതുപോലെ കാസ്റ്റ് കുറച്ച് ലോ ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് മീൻസ് ആ ഒരു പോർഷൻ മീൻസ് ഭയങ്കര മോശം ഒരു സീരീസ് എന്ന് പറയാനില്ല. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ആ റിവ്യൂ വരുന്നത് കണ്ടിട്ടാണ് ഈ സീരീസ് ഇരുന്ന് കണ്ടത്. പക്ഷെ എനിക്ക് ഞാൻ കേരള ക്രൈം ഫയൽസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അത്രയും ഒരു വൈബ് ഈ ഒരു സീരീസ് നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവര് ഒരു ടെസ്റ്റ് ഡോസ് പോലെ കൊടുത്തേക്കുന്നതായിട്ടാണ് തോന്നിയത്. പിന്നെ നമ്മൾ മലയാളീസ് ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ കണ്ടിട്ടുള്ള ഒരു ഹോളിവുഡ് സീരീസ് ആവും സ്ട്രേഞ്ചർ തിങ്സ്. ഇത് ആ ഒരു BGM അതേപോലെ അതിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് മീൻസ് ഒരു ക്രൈം സീനിന്റെ ഒരു ഡീപ്പസ്റ്റ് ഷോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ആ സ്ട്രേഞ്ചർ തിങ്സിന്റെ മ്യൂസിക് എടുത്ത് ഇങ്ങനെ വരുന്നത് അതുപോലെ തന്നെ മീൻസ് ഇൻസ്പയർ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെച്ച പോലെയാണ് ഫീൽ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ലാസ്റ്റിലത്തെ ഒരു മേർഡർ സീനിൽ ഒരു കരിങ്കല്ല്, അതൊക്കെ മേക്കിങ്ങിൽ വരുന്ന പാളിച്ചകളായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരു കരിങ്കല്ല് എടുത്തിട്ട് അടിക്കുന്ന ഒരു സീൻ ഉണ്ട്. അത് ആ കല്ലിന് തീരെ വെയിറ്റ് ഇല്ല, ഒരു തെർമോകോൾ എഫക്റ്റിൽ അത് നിലത്ത് വീണിട്ട് കിടന്ന് ഇളകുന്ന ഒരു സാധനം ശരിക്കും എടുത്ത് മീൻസ് ഇതൊക്കെ ഞാൻ എടുത്ത് കണ്ട കുറെ പോയിന്റ്സ് ആണ്. ഓവറോൾ മൂവി വൺ ടൈം മീൻസ് മൂവി അല്ല സീരീസ് വൺ ടൈം വാച്ചബിൾ ആണ്. നിങ്ങൾക്ക് ഒരു മൂവി കാണുന്ന അത്ര ടൈം പോലും 2.5 മണിക്കൂർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ 2 എപ്പിസോഡ് ഏകദേശം അരമണിക്കൂറോളം ഉണ്ട്. പിന്നെ കഴിഞ്ഞിട്ട് 2 ഒരു ലെസ് ദാൻ 20 മിനിറ്റ്സോളം തോന്നുന്നു. ലാസ്റ്റ് കുറച്ചും കൂടെ ലെങ്ത് മീൻസ് ഓവറോൾ 2.5 hours ഒക്കെ ഉള്ളൂന്ന് തോന്നുന്നു സീരീസ്. അപ്പോൾ ഞാന് മൊത്തത്തിൽ മീൻസ് ആൾക്കാർ മീൻസ് റേറ്റിംഗ് കണ്ടിട്ട് മീൻസ് IMDb-യിലൊക്കെ നല്ല റേറ്റിംഗ് വന്നിട്ടുണ്ട്. അത്രയും റേറ്റിംഗ് കണ്ടിട്ട് ഞാൻ എടുത്ത് കണ്ട ഒരു സീരീസ് ആണ്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രക്കൊന്നും ഈ ഒരു സീരീസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സീരീസ് Z5 പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, Z5 കളിക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്ത ആൾക്കാർ പോയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടാവാം, ചിലവർക്ക് ഇഷ്ടാവില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് ഈ മൂവിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൂവി കണ്ടിട്ട് എല്ലാവരും കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു മൂവിന്റെ റിവ്യൂവിൽ കാണുന്നവരേക്കും ബൈ.